രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അടിയിടുമ്പോൾ ഒരു രാജ്യത്തിനൊപ്പം ചേർന്ന് മറ്റേ രാജ്യത്ത് ബോംബിട്ട ശേഷം ഇത് സമാധാന ബോംബാണെന്ന് പറയുന്ന ഒരേ ഒരാളെ ലോകത്തുള്ളൂ. അത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. ഇറാനിലായാലും ഇറാഖിലായാലും അഫ്ഗാനിസ്ഥാനിലായാലും അമേരിക്ക ബോംബിട്ടാൽ അത് ലോക സമാധാനത്തിന് വേണ്ടിയുള്ള ബോംബെന്നാണ് ന്യായീകരണം. മറ്റേതെങ്കിലും രാജ്യം ബോംബിട്ടാൽ അത് ഭീകരാക്രമണമാണെന്നും ലോക സമാധാനത്തിന് ഭീഷണിയാണെന്നും അമേരിക്ക തന്നെ വ്യാഖ്യാനിക്കും. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം വെടിനിർത്തലിലേക്ക് എത്തുമെന്ന് അറിഞ്ഞ ഉടൻ തന്നെ താൻ ഇടപെട്ടാണ് വെടിനിർത്തൽ സാധ്യമാക്കിയതെന്ന് സോഷ്യൽ മീഡിയ വഴി ട്രംപ് അവകാശവാദം ഉന്നയിച്ചു. ബഷീറിയൻ കഥാപാത്രത്തെ പോലെ ആന ഗർഭിണിയാണെന്ന് കേട്ടാലും ഗർഭത്തിൽ അവകാശവാദം ഉന്നയിക്കും ഈ എട്ടുകാലി മമ്മുഞ്ഞ്. ഇന്ത്യ തന്നെ ഔദ്യോഗികമായി ഇത് നിഷേധിച്ചതാണ്. അപ്പോഴും വീരവാദം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ട്രംപ്. ഇന്ത്യൻ നേതാക്കളെ കാണുമ്പോൾ ഒപ്പമാണെന്ന് പറയും. മറുഭാഗത്ത് പാകിസ്ഥാൻ കരസേനാ മേധാവിയെയും ISI തലവനെയും വീട്ടിൽ വിളിച്ച് വിരുന്നു കൊടുക്കും. അവരെക്കൊണ്ട് സമാധാനത്തിൻ്റെ നൊബേൽ സമ്മാനത്തിന് യോഗ്യൻ താനാണെന്ന് നാമനിർദ്ദേശം നൽകിക്കും. ലോകത്തെല്ലായിടത്തും പോയി യുദ്ധമുണ്ടാക്കി അതിൽ സമാധാനം വരുമ്പോൾ ക്രെഡിറ്റ് അഴിക്കുക എന്ന തന്ത്രമാണ് തനി കച്ചവടക്കാരനായ ട്രംപ് പയറ്റുന്നത്. ലോകത്തെ വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷത്തെ യുദ്ധത്തിലേക്ക് നയിക്കുന്നതിന് പിന്നിൽ കളിക്കുന്നത് ട്രംപ് അല്ലേ എന്ന സംശയം ന്യായമായും ശക്തമാണ്. നായികയെ ആക്രമിക്കാൻ ഗുണ്ടയെ വിട്ടിട്ട് ആക്രമണ സമയത്ത് ചാടി വീണ് ഗുണ്ടയെ അടിച്ചോടിക്കുന്ന നാലാന്തരം സിനിമാ തന്ത്രം തന്നെയല്ലേ ട്രംപിൻ്റേതെന്ന് സംശയിക്കാനും ന്യായമുണ്ട്.